ഈ വൈൽഡ് കാർഡ്സില് സബുമോനാണ് ഏറ്റവും കൂടുതൽ ഡേയ്സ് അവിടെ നിന്നത്. ഓരോ ആഴ്ച സേവ് ആവുമ്പോഴും ഭയങ്കര ഒരു ഞെട്ടലാണ്. അതായത് പ്രേക്ഷകർക്കില്ലാത്ത ഞെട്ടലാണ്. സ്വന്തം ഗെയിമിൽ അത്രയും വിശ്വാസം ഇല്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, അവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ ഓരോരുത്തർക്കും ഭയങ്കര സ്ട്രാറ്റജി ഉണ്ട്. ഞാൻ ബിഗ് ബോസിനെ കുറിച്ച് അത്രയും അറിഞ്ഞില്ലായിരുന്നു തോന്നുന്നു, എങ്ങനെയാ പോകുന്നതെന്ന്. ഭയങ്കര പ്ലാനിങ് ഒക്കെ വേണമെന്നുള്ളായിരുന്നു. ഞാൻ വിചാരിച്ച് നമ്മൾ ആ ഫ്ലോയില് പോവും. നമ്മൾ ഇത്രയും കാലം നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഓരോ എക്സ്പീരിയൻസസ് ഇല്ലേ, അത് വെച്ച് തന്നെ ആണ് നമ്മളെല്ലാവരും ബിഗ് ബോസിൽ കയറുന്നത്. എന്നിട്ട് അങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരണമായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓരോ രീതിയിൽ പോവാം. ചിലവർക്ക് ആ ഫ്ലോയിൽ തന്നെ പോവാം, ചിലവർക്ക് പഠിച്ചുകൊണ്ട് പോവാം. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അപ്പം അതെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ ആയിരുന്നു നിന്നത്. അപ്പം എനിക്ക് 25 പേര് പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ. അപ്പൊ അവരെന്നോട് വന്ന് പറയും, ഇങ്ങനെ പോയാ അടുത്ത ആഴ്ച തിരിച്ചു പോവാമെന്ന്. അതും ഓരോരുത്തരും വന്ന് പറയും, ഇങ്ങനെ ഇരുന്നാലൊന്നും പറ്റൂല കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആരും ഇല്ലല്ലോ നമ്മളോട് പറഞ്ഞു തരാൻ. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കും നമ്മൾ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റൂല പ്രേക്ഷകർ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നത്.